വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇനി ഏതാനും മണിക്കൂറുകൾ കൂടിയല്ലേ ഉള്ളൂ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ തിയേറ്റേഴ്സിൽ റിലീസ് ആവാൻ. ആൻഡ് നിങ്ങൾ ഓൾറെഡി ട്രെയിലേഴ്സ് ഒക്കെ കണ്ട് എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. ട്രെയിലറിൽ ഈ പുള്ളിയെ കാണിക്കുമ്പോൾ ഡൈ ഹാർട്ട് മാർവൽ ഫാൻസിന് ഗൂസ് ബംസ് ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് മൂവീസ് മാത്രം കണ്ടിട്ടുള്ള ഒരാൾക്ക് അതൊരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി കാണാൻ ചാൻസ് ഇല്ല. സിമിലർലി നിങ്ങൾക്ക് അതാരാണെന്ന് മനസ്സിലാവാത്ത ഇഷ്യൂ ഉണ്ടോ? ഡോണ്ട് വറി, നിങ്ങൾ ഒറ്റയ്ക്കല്ല. കുറെ പേർക്കെങ്കിലും മാർവൽ യൂണിവേഴ്സിലെ ഫ്രാങ്ക് കാസിൽ എന്ന ഈ ക്യാരക്ടറിനെ അറിയണമെന്നില്ല. പക്ഷെ അതിൽ പോലും മെജോറിറ്റി ഓഫ് ആൾക്കാർ ദ പണിഷർ എന്ന ക്യാരക്ടറിനെ പറ്റി കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. 2 സീസണായിട്ട് ഇറങ്ങിയ ദ പണിഷർ എന്ന സീരീസിലെ മെയിൻ ക്യാരക്ടറാണ് ഫ്രാങ്ക് കാസിൽ. ആൻഡ് പണിഷർ എന്നത് പുള്ളിയുടെ ഓൾട്ടർ ഈഗോ ആണ്. ബട്ട് സീരീസ് കാണാത്തവരാണെങ്കിൽ ഇനിയിപ്പോ മൂവി കാണുന്നതിന് മുമ്പ് 2 സീരീസും ഇരുന്ന് കാണാൻ പറ്റിയെന്ന് വരില്ലല്ലോ. സോ വെരി ഈസിലി നമുക്ക് ഫ്രാങ്ക് കാസിൽ ആരാണ്, പുള്ളിയുടെ ബാക്ക് സ്റ്റോറി എന്താണ് എന്നിങ്ങനെ ദ പണിഷർ സീരീസിന്റെ 2 സീസൺസിന്റെ റീക്യാപ്പ് നോക്കാം. ഹോപ്പ് ദിസ് വിൽ ഹെൽപ്പ് യു. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. നമുക്ക് വേഗം റീക്യാപ്പിലേക്ക് പോവാം. കം. ദ പണിഷർ സീരീസിലെ ഫസ്റ്റ് സീസണിൽ റൈവൽ ഗാങ്സ് തമ്മിലുള്ള ഒരു ഷൂട്ടൌട്ടിൽ ഇടയിൽപ്പെട്ട് തന്റെ ഭാര്യയെയും മക്കളെയും നഷ്ടമായ ഫ്രാങ്ക് കാസിൽ എന്ന എക്സ് മറൈൻ സോൾജിയർ ഈ ഗാങ്സിൽ അവശേഷിക്കുന്ന ആളുകളെ വേട്ടയാടി വകവരുത്തുന്നു. തനിക്ക് പിന്നിൽ നിരവധി ഡെഡ് ബോഡീസ് അവശേഷിപ്പിച്ചുകൊണ്ട് തന്റെ റിവെഞ്ച് മിഷൻ പൂർത്തിയാക്കിയ കാസിൽ അതിനായി താൻ ഉപയോഗിച്ചു വന്ന പണിഷർ എന്ന വിജിലാന്റ് ഐഡന്റിറ്റി ഉപേക്ഷിച്ച് ഒരു പീസ്ഫുൾ ലൈഫിലേക്ക് കടക്കാൻ തീരുമാനിക്കുന്നു. താനും കൊല്ലപ്പെട്ടു എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് എന്നതിനാൽ കാസിൽ ഇപ്പോൾ പീറ്റ് എന്ന പേരിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്കറായി ജോലി ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ തന്നെ നഷ്ടപ്പെട്ട ഫാമിലിയെ പറ്റിയുള്ള നൈറ്റ്മെയർസ് അയാളെ ഇപ്പോഴും വിഷമിപ്പിക്കുന്നുണ്ട്. ഇതിനിടെ തന്റെ ചെറുപ്പക്കാരനും പാവത്താനുമായ ഡോണി ഷാവസ് എന്ന കോവർക്കർ ചില ഡേഞ്ചറസ് ഗാങ്സ്റ്റേഴ്സുമായി പ്രശ്നത്തിലാകുമ്പോൾ ഡോണിയുടെ ജീവൻ രക്ഷിക്കാൻ അതിൽ ഇടപെടാനും ആ ഗാങ്സ്റ്റേഴ്സിനെയൊക്കെ കൊല്ലാനും കാസിൽ നിർബന്ധിതനാകുന്നു. ഇത് മൈക്രോ എന്നൊരു ഹാക്കറിന്റെ ശ്രദ്ധ ആകർഷിക്കുകയും അയാൾ കാസിലിനെ നിരീക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. തുടർന്ന് കാസിൽ മൈക്രോയെ കണ്ടെത്തി വിവരങ്ങൾ അറിയാനായി അവനെ ടോർച്ചർ ചെയ്യുന്നു. താൻ XNSA അഥവാ നാഷണൽ സെക്യൂരിറ്റി ഏജൻസി അനലിസ്റ്റ് ആയിരുന്നുവെന്നും കാന്തഹാറിൽ വെച്ച് കാസിലിന്റെ മറൈൻ യൂണിറ്റ് അഹമ്മദ് സുബർ എന്ന അഫ്ഗാൻ പോലീസ് ഓഫീസറെ ടോർച്ചർ ചെയ്ത് കൊലപ്പെടുത്തിയതിന്റെ ദൃശ്യങ്ങൾ തനിക്ക് ലഭിച്ചിരുന്നുവെന്നും ഹാക്കർ വെളിപ്പെടുത്തുന്നു. അമേരിക്കയുടെ ക്രൂരമായ ടോർച്ചർ പ്രാക്ടീസസിൽ മനംനൊന്ന മൈക്രോ അഫ്ഗാനിസ്ഥാനിലെ ഹെറോയിൻ സ്മഗ്ലിംഗ് സംഘത്തെ പിടികൂടാൻ സുബൈറുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഹോംലാൻഡ് സെക്യൂരിറ്റി ഏജന്റായ ദിന മദാനിക്ക് ഈ ദൃശ്യങ്ങൾ കൈമാറുന്നു. തങ്ങളുടെ ഇല്ലീഗൽ ആക്ഷൻസ് രഹസ്യമാക്കി വെക്കാൻ ആഗ്രഹിച്ചിരുന്ന മൈക്രോയുടെ സുപ്പീരിയേഴ്സ് അവന്റെ ഈ പ്രവൃത്തിയിൽ പ്രകോപിതരാവുകയും തങ്ങളുടെ കുറ്റകൃത്യങ്ങൾ കവറപ്പ് ചെയ്യാൻ അവനെ കൊല്ലാൻ ഹിറ്റ്മാനെ അയക്കുകയും ചെയ്തു. എന്നാൽ മൈക്രോ ബുദ്ധിപൂർവ്വം തന്റെ മരണം ഫേക്ക് ചെയ്യുകയും ഇതറിയാതെ വിഷമിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഫാമിലിയുടെ സേഫ്റ്റിക്കായി ഒളിവിൽ തന്നെ കഴിയാൻ നിർബന്ധിതനാവുകയും ചെയ്യുന്നു. കാന്തഹാറിൽ മറൈൻ സോൾജിയറായി സെർവ് ചെയ്യുമ്പോൾ തന്നെയും തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബില്ലി റൂസോയെയും സെർബറസ് എന്ന സ്പെഷ്യൽ യൂണിറ്റിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നുവെന്നും ചില ഹൈ വാല്യൂ ടാർഗറ്റ്സിനെ വധിക്കാൻ അവിടെ തങ്ങൾക്ക് കമാൻഡ് കിട്ടിയിരുന്നുവെന്നും ഇപ്പോൾ കാസിലും വിശദീകരിക്കുന്നു. തന്റെ പുതിയ യൂണിറ്റിന്റെ ക്രൂരമായ പ്രവർത്തനങ്ങളിൽ കാസിലിന് അന്ന് തന്നെ സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ചും സെർബറസിന്റെ ലീഡറായ വില്യം റോളിൻസ് സുബൈറിനെ ഒരു ട്രേറ്ററായി ബ്രാൻഡ് ചെയ്യുകയും കാസിലിനോട് അയാളെ വധിക്കാൻ ഉത്തരവിടുക കൂടി ചെയ്തപ്പോൾ റോളിൻസിന്റെയും സെർബറസ് യൂണിറ്റിന്റെയും ഇത്തരം കമാൻഡ്സിൽ നിരാശയും അടുപ്പം തോന്നിയ കാസിലും റൂസോയും തുടർന്ന് ആ യൂണിറ്റിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. എന്നാൽ സെർബറസിന്റെ പ്രവർത്തനങ്ങൾക്ക് US കോൺഗ്രസിന്റെ ലീഗൽ സാങ്ഷൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് കാസിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതിനാൽ തങ്ങളുടെ ക്രൈംസ് കവറപ്പ് ചെയ്യാൻ റോളിൻസും കൂട്ടരും മൈക്രോയെ മാത്രമല്ല ഫ്രാങ്ക് കാസിലിനെയും വധിക്കാൻ ഓർഡർ കൊടുക്കുകയായിരുന്നു. പക്ഷേ ആ ക്രോസ് ഫയറിംഗിൽ കൊല്ലപ്പെട്ടത് ഫ്രാങ്കിന്റെ നിരപരാധികളായ ഫാമിലിയാണ്. ഇതേ തുടർന്ന് സെർബറസിന് നേതൃത്വം നൽകിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും തന്റെ കുടുംബത്തിന്റെ മരണത്തിന് ബാക്കി പ്രതികാരം കൂടി ചെയ്യാനുമായി അവരെല്ലാം കൊല്ലാനായി കാസിൽ മൈക്രോയോടൊപ്പം ചേരാമെന്ന് സമ്മതിക്കുന്നു. സുബൈറിനെ ടോർച്ചർ ചെയ്യുന്ന വീഡിയോ സെർബറസിലെ തന്റെ മറ്റൊരു മെമ്പർ റെക്കോർഡ് ചെയ്തതായിരിക്കണം എന്ന് കാസിലും മൈക്രോയും മനസ്സിലാക്കുന്നു. സെർബറസിന്റെ ആക്ടിവിറ്റീസിൽ തന്നെ പോലെ തന്നെ എതിർപ്പുണ്ടായിരുന്ന തന്റെ സ്ക്വാഡ്മേറ്റ് ആയിരുന്ന ഗണ്ണർ ഹെൻഡർസൺ ആയിരിക്കും ഇതിന്റെ പിന്നിൽ എന്ന് കാസിൽ തിരിച്ചറിയുന്നു. ഹെൻഡർസനെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കയിലേക്ക് ഹെറോയിൻ സ്മഗിൾ ചെയ്തുകൊണ്ടാണ് സെർബറസിന്റെ ലീഡറായ റോളിൻസ് ഈ അൺസാങ്ഷൻഡ് യൂണിറ്റിന് ഫണ്ട് കണ്ടെത്തിയിരുന്നത് എന്ന വിവരം ആ എക്സ് മറൈൻ കാസിലിനോട് വെളിപ്പെടുത്തുന്നു. പോലീസ് ഓഫീസർ സുബൈർ ഈ ക്രിമിനൽ പ്ലോട്ട് കണ്ടെത്തിയപ്പോഴാണ് റോളിൻസ് അയാളെ എക്സിക്യൂട്ട് ചെയ്യാൻ ഓർഡർ ഇട്ടത്. അൺഫോർച്ചുനേറ്റ്ലി ഹെൻഡർസണ് കാസിലിന് കൂടുതൽ സഹായമോ എവിഡൻസസോ നൽകാൻ കഴിയുന്നതിന് മുൻപ് ഇരുവരെയും കൊല്ലാൻ റോളിൻസ് സോൾജിയേഴ്സിനെ അയക്കുന്നു. കാസിൽ തല നാരിഴയ്ക്ക് ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നെങ്കിലും ഹെൻഡർസൺ ദാരുണമായി കൊല്ലപ്പെടുന്നു.
അതേസമയം സുബൈറിന്റെ മരണത്തിന് പകരം വീട്ടാൻ ആഗ്രഹിക്കുന്ന ഹോംലാൻഡ് സെക്യൂരിറ്റി ഏജന്റ് ഡീന മദാനി സെർബറസ് യൂണിറ്റിനെ കുറിച്ച് സ്വന്തമായി ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നു. ഇതിപ്പോൾ ആൻവിൽ എന്ന പ്രൈവറ്റ് മിലിറ്ററി കമ്പനി നടത്തുന്ന ബില്ലി റൂസോയെ കണ്ട് സെർബറസിനെ കുറിച്ചും മരിച്ചുവെന്ന് കരുതപ്പെടുന്ന ഫ്രാങ്ക് കാസലിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലേക്ക് അവരെ നയിക്കുന്നു. ഇൻവെസ്റ്റിഗേഷനിടെ മദാനി റൂസോയുമായി കൂടുതൽ അടുക്കുകയും അവരുടേത് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പായി മാറുകയും ചെയ്യുന്നു. ഒടുവിൽ കാസിൽ തന്റെ പഴയ ഫ്രണ്ടുമായി കണ്ടുമുട്ടുകയും തന്റെ പ്രതികാര ദൗത്യത്തിലും ഒപ്പം സെർബറസ് ലീഡേഴ്സിന്റെ അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്നതിലും പാർട്ണറാകാൻ റൂസോയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൽ ഇടപെടാൻ റൂസോ വിസമ്മതിക്കുന്നു. പകരം പാസ്റ്റൊക്കെ മറക്കാനും തന്റെ ആൻവിൽ വഴി പുതിയൊരു ജീവിതം തുടങ്ങാനും കാസിലിനെ ഉപദേശിക്കുന്നെങ്കിലും കാസിൽ ആ ഓഫർ നിരസിക്കുന്നു. എന്നാൽ രഹസ്യമായി സെർബറസിന് ശേഷമുള്ള വർഷങ്ങളിലും ആൻവിലിന് ആവശ്യമുള്ള ഫണ്ടിങ്ങിന് പകരമായി റൂസോ റോളിൻസുമായി ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. ഫ്രാങ്ക് കാസിൽ തന്റെ വയലൻസ് പ്രതികാര നടപടികളുമായി മുന്നോട്ട് തന്നെ പോകുമ്പോൾ അയാളെ എങ്ങനെ തടയാമെന്ന് റൂസോയും റോളിൻസും ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു. അതിനിടയിൽ കാസിലിന്റെ തന്റെ മറ്റൊരു പഴയ മെറീൻ ഫ്രണ്ടായ കർട്ടിസ് ഹോയിൽ PTSD കണ്ടീഷൻ ബാധിച്ച ആർമി വെറ്ററൻസിനായി ഒരു കൗൺസിലറായി ജോലി ചെയ്യുകയാണ്. പ്രശ്നക്കാരനായ ലൂയിസ് വിൽസൺ എന്നൊരു സോൾജിയറെ ഒരു പീസ്ഫുൾ സിവിലിയൻ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന പ്രതീക്ഷയിൽ ഹോയിൽ അവനെ ജാമ്യത്തിൽ ഇറക്കുന്നു. വിൽസൺ ആൻവിൽ കമ്പനിയിൽ ചേരാൻ ശ്രമിക്കുമ്പോൾ ഹോയിൽ രഹസ്യമായി റൂസോയോട് സംസാരിക്കുകയും വിൽസന്റെ മെന്റൽ സ്റ്റേറ്റിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. തുടർന്ന് റൂസോ വിൽസണെ റിജക്ട് ചെയ്യുന്നു. ഇത് അവനെ കൂടുതൽ മാനസിക തകർച്ചയിലേക്ക് നയിക്കുന്നു. വിൽസൺ സ്വന്തമായി ബോംബുകൾ നിർമ്മിച്ച് സിറ്റിയുടെ പല ഭാഗത്തും സ്ഫോടനങ്ങൾ നടത്തുകയും നിരവധി നിരപരാധികളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. യുദ്ധങ്ങളിൽ താൻ ജീവൻ പണയപ്പെടുത്തി രാജ്യത്തെ സേവിച്ചെങ്കിലും മടങ്ങിയെത്തിയപ്പോൾ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകാത്ത സിസ്റ്റത്തിനെതിരെയുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് അവനിത് ചെയ്യുന്നത്. വിൽസണെ തടയാൻ കാസിൽ ഹോയിലിനൊപ്പം ചേരുമ്പോൾ കാസിൽ ക്യാമറയിൽ പതിയുകയും അയാൾ ജീവനോടെ ഉണ്ടെന്ന് പബ്ലിക്കിനിടയിൽ കൺഫേം ആവുകയും ചെയ്യുന്നു. ഇത് കാസിലിന്റെയും മൈക്രോയുടെയും സീക്രട്ട് മിഷനിലേക്ക് ആവശ്യമില്ലാത്ത അറ്റൻഷൻ വരുത്തിവെക്കാൻ ഇടയാകുന്നു. തനിക്ക് മദാനിയെ വിശ്വസിക്കാമോ എന്ന് ഉറപ്പില്ലാതിരുന്നിട്ടും നേരിടുന്ന തിരിച്ചടികൾ കാരണം നിവർത്തിയില്ലാതെ മൈക്രോ താനും കാസിലും ചേർന്ന് റോളിൻസിനെതിരെ കളക്ട് ചെയ്ത എല്ലാ എവിഡൻസസും അവർക്ക് കൈമാറുന്നു. ഇതിനിടെ വിൽസൺ ആന്റി ഗൺ പോളിസീസിനെ അനുകൂലിക്കുന്ന ഒരു സെനറ്ററെ ഇന്റർവ്യൂ ചെയ്യുന്ന കാരൻ പേജ് എന്നൊരു ജേർണലിസ്റ്റിനെ ബന്ദിയാക്കുന്നു. മുൻപ് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുള്ളതിനാൽ കാസിലിന് കാരനുമായി പഴയ ഒരു കണക്ഷൻ ഉണ്ട്. അതിനാൽ അവളുടെ രക്ഷയ്ക്ക് എത്തുന്ന കാസിൽ വിൽസന്റെ മരണത്തിന് കാരണമാവുന്ന മറ്റൊരു എക്സ്പ്ലോഷനിൽ നിന്ന് കാരനെ രക്ഷപ്പെടുത്തുന്നു. ഈ ക്യാവസിനിടയിൽ കാസിലിനെ മദാനി കോൺഫ്രണ്ട് ചെയ്യുകയും റോളിൻസിനെതിരെയുള്ള എവിഡൻസസ് മൈക്രോ തനിക്ക് നൽകിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. കൂടാതെ സ്വമേധയാ പിന്മാറാനും ലീഗൽ പ്രോസസ്സിൽ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാമെന്നും അതിനെ തന്നെ വിശ്വസിക്കാനും അവർ ഫ്രാങ്കിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ആ സമയത്താണ് റൂസോ അവിടെ എത്തുന്നതും ഷൂട്ട് ചെയ്യുന്നതും. കാസിൽ ജീവനോടെ ഇരിക്കുന്നത് തനിക്ക് ആപത്താണെന്ന് റൂസോ ഡിക്ലെയർ ചെയ്യുന്നു. കാസിൽ സമർത്ഥമായി റൂസോയിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതേസമയം തന്റെ ഈ പുതിയ ലവർ സെർബറസിന്റെ ക്രൈം കവറപ്പിൽ ഇൻവോൾവ് ആയിരിക്കാമെന്ന് മദാനിയും തിരിച്ചറിയുന്നു. താൻ ഉടൻ തന്നെ എക്സ്പോസ്ഡ് ആവാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയുന്ന റോളിൻസ് സെർബറസിന്റെ എല്ലാ കുറ്റകൃത്യങ്ങളും റൂസോയുടെ തലയിൽ കെട്ടിവെക്കുന്നതിനായി CIA ഡയറക്ടറുമായി ഒരു ഡീലിലെത്തുന്നു. തനിക്ക് ചുറ്റും കുരുക്ക് മുറുകുന്നത് അനുഭവപ്പെട്ട റൂസോ സ്വയം രക്ഷപ്പെടാനായി മൈക്രോയുടെ ഫാമിലിയെ കിഡ്നാപ്പ് ചെയ്ത് ഹോസ്റ്റേജസ് ആക്കുന്നു. അവരെ ഏത് വിധേനയും രക്ഷപ്പെടുത്താൻ കാസിലും മൈക്രോയും സെർബറസ് ലീഡേഴ്സിനെ എന്നേക്കുമായി തകർക്കാൻ മദാനിയുമായി കൈകോർക്കുന്നു. ആദ്യം സെർബറസ് സ്ക്വാഡിൽ സർവ് ചെയ്യുമ്പോൾ താൻ ചെയ്തതും നേരിട്ട് കണ്ടതുമായ എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന്റെയും ഒഫീഷ്യൽ ടെസ്റ്റിമോണി കാസിൽ റെക്കോർഡ് ചെയ്യുന്നു. തുടർന്ന് മൈക്രോയുടെ ഫാമിലിയെ മോചിപ്പിക്കുന്നതിന് പകരമായി കാസിലും മൈക്രോയും റൂസോയ്ക്ക് മുന്നിൽ സ്വയം കീഴടങ്ങുന്നു. ഹാൻഡ് ഓവറിനിടെ ഡീൽ തടസ്സപ്പെടുത്താൻ മദാനി ഹോംലാൻഡ് സെക്യൂരിറ്റി ഫോഴ്സസുമായി എത്തുന്നത് ആൻവിൽ കമ്പനി മിലിറ്ററിയുമായുള്ള ഷൂട്ടൌട്ടിലേക്ക് നയിക്കുന്നു. ഒടുവിൽ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്ന റൂസോ കാസിലിനെ പിടികൂടുന്നു. അതേസമയം മൈക്രോ ഒടുവിൽ തന്റെ ഫാമിലിയുമായി ഒന്നിക്കുന്നു. സുബൈറിന്റെ കൊലപാതക ദൃശ്യങ്ങൾ ഓൺലൈൻ അപ്ലോഡ് ചെയ്യാൻ ടൈമർ സെറ്റ് ചെയ്തിരുന്ന മൈക്രോയുടെ കമ്പ്യൂട്ടേഴ്സിലേക്ക് ആക്സസ് ലഭിക്കാനായി റൂസോയും റോളിൻസും ചേർന്ന് കാസിലിനെ ബ്രൂട്ടലി ടോർച്ചർ ചെയ്യുന്നു. അവർ ടൈമർ സ്റ്റോപ്പ് ചെയ്യുന്നതിൽ വിജയിക്കുന്നു എങ്കിലും തന്നെ ടോർച്ചർ ചെയ്യുന്നതിനിടെ നടത്തിയ റോളിൻസിന്റെയും റൂസോയുടെയും കൺഫെഷൻസ് താൻ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് കാസിൽ വെളിപ്പെടുത്തുന്നു. രക്ഷപ്പെടുകയല്ലാതെ മറ്റ് വഴികളൊന്നും ഇല്ലെന്ന് തിരിച്ചറിയുന്ന റൂസോ കാസിലിനെ മോചിപ്പിക്കാൻ സഹായിച്ച ശേഷം അവിടെ നിന്നും കടന്നു കളയുന്നു. തുടർന്ന് ഫ്രാങ്ക് കാസിൽ റോളിൻസിനെ ക്രൂരമായി തല്ലിക്കൊല്ലുന്നു. സീസൺ 1 അവസാനത്തോടടുക്കുമ്പോൾ കാസിലിന്റെ ഫാമിലി കൊല്ലപ്പെട്ട സ്ഥലത്തിന് സമീപമുള്ള മെറിഗോ റൗണ്ടിലേക്ക് റൂസോ അയാളെ ഒരു ഫൈനൽ കോൺഫ്രണ്ടേഷനായി വരുത്തിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് കാസിലിനെ വധിക്കാനുള്ള റോളിൻസിന്റെ പ്ലോട്ടിനെ കുറിച്ച് റൂസോയ്ക്ക് എല്ലാം അറിയാമായിരുന്നുവെന്നും അത് തടയാൻ അവൻ ഒന്നും ചെയ്തില്ലെന്നും അതാണ് ഒടുവിൽ കാസിലിന്റെ ഫാമിലിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നും റിവീൽഡ് ആവുന്നു. തുടർന്ന് കാസിലും റൂസോയും തമ്മിൽ ഒരു ജീവൻ മരണ പോരാട്ടം നടക്കുന്നു. ഇരുവരെയും തടയാൻ മദാനി അവിടെ എത്തുന്നെങ്കിലും റൂസോ ഒരു കുറ്റബോധവും ഇല്ലാതെ അവളുടെ തലയിൽ ഷൂട്ട് ചെയ്യുന്നു.
തുടർന്ന് കാസിൽ റൂസോയെ ഓവർപവർ ചെയ്യുകയും പോലീസ് എത്തുന്നതിന് മുൻപായി അവന്റെ മുഖം ഒരു പൊട്ടിയ മിററിലേക്ക് അടിച്ചമർത്തി വികൃതമാക്കുകയും ചെയ്യുന്നു. റൂസോയെയും മദാനിയെയും ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നു. അവിടെ വെച്ച് അത്ഭുതകരമായി രണ്ടുപേരും തങ്ങളുടെ ഇഞ്ചുറീസിനെ അതിജീവിച്ച് സർവൈവ് ചെയ്യുന്നു. തുടർന്ന് സെർബറസിന്റെ എല്ലാ കുറ്റകൃത്യങ്ങളും റൂസോയുടെ തലയിൽ കെട്ടിവെക്കാൻ സഹായിച്ച മദാനിയുടെ ഇടപെടലിലൂടെ ഫ്രാങ്ക് കാസിൽ കസ്റ്റഡിയിൽ നിന്ന് മോചിതനാകുന്നു. മൈക്രോയ്ക്കെതിരെ ഉണ്ടായിരുന്ന പഴയ ക്രിമിനൽ ചാർജസ് എല്ലാം ഒഫീഷ്യലി ക്ലിയർഡ് ആവുകയും ഒടുവിൽ ഫാമിലിയോടൊപ്പം നോർമൽ ലൈഫിലേക്ക് എന്നേക്കുമായി മടങ്ങിയെത്താൻ അവന് സാധിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ തന്റെ ഫാമിലിയുടെ മരണത്തിന് പകരം വീട്ടിയ ഫ്രാങ്ക് കാസിൽ ഇനി സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറെടുക്കുന്നു. ഇതിന്റെ ആദ്യ സ്റ്റെപ്പായി തന്റെ സുഹൃത്തായ ഹോയിൽ നയിക്കുന്ന എക്സ് വെറ്ററൻ സപ്പോർട്ട് ഗ്രൂപ്പ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ അയാൾ തീരുമാനിക്കുന്നു. അങ്ങനെ സീസൺ 1 അവസാനിക്കുന്നു. പണിഷർ സെക്കൻഡ് സീസൺ ആവുമ്പോൾ ഫസ്റ്റ് സീസണിലെ ഇവന്റ്സ് കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുകയും ഫ്രാങ്ക് കാസിൽ ലൈംലൈറ്റിൽ നിന്നൊക്കെ മാറി ഒരു പീസ്ഫുൾ ലൈഫ് ജീവിച്ചു വരികയുമാണ്. എന്നാൽ ഒരു ബാറിൽ വെച്ച് ഒരു കൂട്ടം ആയുധധാരികൾ എയ്മി ബെൻഡിക്സ് എന്നൊരു യുവതിയെ കോൺഫ്രണ്ട് ചെയ്യുന്നത് കാണാൻ ഇടയാവുന്നതോടെ അയാളുടെ ലൈഫ് വീണ്ടും മാറിമറിയുന്നു. എയ്മിയെ രക്ഷിക്കാൻ കാസിൽ ഇടപെടുന്നു. ചില കുറ്റകൃത്യങ്ങളുടെ എവിഡൻസസ് ആയ ഫോട്ടോഗ്രാഫ്സ് തന്റെ കൈവശമുണ്ടെന്നും ആ ഫോട്ടോസ് ഒരിക്കലും പുറത്തു വരില്ലെന്ന് ഉറപ്പാക്കാൻ ക്രൂരനായ ജോൺ പിൽഗ്രിം എന്നയാൾ എന്തും ചെയ്യുമെന്നും എയ്മി പറയുന്നു. തുടർന്ന് എയ്മിയുടെ പ്രൊട്ടക്ടർ ആകാൻ കാസിൽ തന്റെ പണിഷർ എന്ന വിജിലാന്റെ വേഷത്തിലേക്ക് തിരിച്ചെത്തുന്നു. അതേസമയം കാസിലുമായുള്ള വയലന്റ് ക്ലാഷിന് ശേഷം ബില്ലി റൂസോ ഇപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആണ്. താൻ മെറീൻ ആയിരുന്ന സമയത്തിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ തനിക്ക് ഓർമ്മയില്ലെന്നാണ് റൂസോ ക്ലെയിം ചെയ്യുന്നത്. റൂസോയുടെ ഈ ക്ലെയിമിൽ സംശയം തോന്നുന്ന ഡീന മദാനി ക്രൂവൽറ്റീസ് നിറഞ്ഞ അവന്റെ നിരവധി ആക്ടിവിറ്റീസിന്റെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവൻ ശ്രമിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഒടുവിൽ റൂസോ ഹോസ്പിറ്റൽ തടവിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇതോടെ റൂസോയെ എന്നേക്കുമായി തകർക്കാൻ മദാനി കാസിലിന്റെ സഹായം തേടുന്നു. എയ്മിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ മദാനിയുടെ സഹായത്തിന് പകരമായി കാസിൽ അതിന് സമ്മതിക്കുന്നു. കാസിൽ എയ്മിയുടെ പ്രൊട്ടക്ടറായി തുടരുമ്പോൾ അവളോടൊരു ഫാദർലി ബോണ്ട് അയാളിൽ രൂപപ്പെടാൻ തുടങ്ങുന്നു. കാസിൽ തന്റെ പണിഷർ എന്ന വിജിലാന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുമ്പോൾ താൻ മുമ്പ് ഒരു തട്ടിപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു എന്ന് എയ്മിയും വെളിപ്പെടുത്തുന്നു. തന്റെ സെക്ച്വൽ ഐഡന്റിറ്റി സീക്രട്ടായി വെച്ചിരുന്ന സെനറ്റർ ഡേവിഡ് ഷെൽസ് മറ്റൊരു പുരുഷനെ കിസ് ചെയ്യുന്ന ഫോട്ടോസ് എടുത്ത് അത് വെച്ച് അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായി റഷ്യൻ മാഫിയാണ് ആ ഗ്രൂപ്പിനെ റിക്രൂട്ട് ചെയ്തത്. ഷെൽസിന്റെ വളരെ പവർഫുള്ളും അതേസമയം വളരെ റിലീജിയസുമായ പാരന്റ്സ് ആയ ആൻഡ്രസനും എലൈസയും ഒരു പബ്ലിക് സ്കാൻഡൽ ഒഴിവാക്കാനും വിറ്റ്നസസിനെ എല്ലാം വധിക്കാനും എവിഡൻസസ് എല്ലാം നശിപ്പിക്കാനുമായി ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ ജോൺ പിൽഗ്രിമിനെ അയക്കുകയായിരുന്നു. മുമ്പ് ഒരു വൈറ്റ് സുപ്രമസിസ്റ്റ് ആയിരുന്ന പിൽഗ്രിം ഇപ്പോൾ രോഗബാധിതയായ ഭാര്യയെയും 2 ആൺമക്കളെയും സംരക്ഷിക്കുന്ന അങ്ങേയറ്റം റിലീജിയസ് ആയ ഒരു വ്യക്തിയാണ്. പിൽഗ്രിമിന്റെ വൈഫിന്റെ മെഡിക്കൽ എക്സ്പെൻസസ് നോക്കിക്കൊള്ളാം എന്ന് ഓഫർ ചെയ്തുകൊണ്ട് അയാളുടെ കംപ്ലീറ്റ് ലോയൽറ്റിക്ക് പകരമായി ഷെൽസ് ഫാമിലി അയാളുടെ നിസ്സഹായതയെ എക്സ്പ്ലോയ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് എയ്മിയുടെ ഫ്രണ്ട്സിനെ എല്ലാം കൊന്ന പിൽഗ്രിം റഷ്യൻ മാഫിയയെയും മുഴുവനായി കൊലപ്പെടുത്തുന്നു. എയ്മിയെ കൂടെ വധിക്കാനും എവിഡൻസ് ഫോട്ടോഗ്രാഫ്സ് നശിപ്പിക്കാനുമുള്ള തന്റെ മിഷൻ പൂർത്തിയാക്കാൻ അയാൾ ഇപ്പോൾ എന്ത് ചെയ്യാനും മടിക്കില്ല. അൺഫോർച്ചുനേറ്റ്ലി എയ്മിയെ തിരയുന്നതിനിടെ പിൽഗ്രിം അരികിലില്ലാത്ത സമയം അയാളുടെ ഭാര്യ മരണപ്പെടുന്നു. ഇത് പിൽഗ്രിമിനെ തകർക്കുകയും അയാളെ ഒരു ലക്ഷ്യമില്ലാത്തവനാക്കുകയും ചെയ്യുന്നു. അതിനാൽ തുടർന്നും അയാൾ തങ്ങളെ സഹായിക്കാൻ നിർബന്ധിക്കുന്നതിനായി ഷെൽസ് ഫാമിലി പിൽഗ്രിമിന്റെ ആൺമക്കളെ ഹോസ്റ്റേജസ് ആക്കുന്നു. അതിനിടെ ഒരു സ്കള്ളിന്റെ ദുസ്വപ്നങ്ങൾ റൂസോയെ അലട്ടാൻ തുടങ്ങുന്നു. അത് പണിഷറിന്റെ സിംബൽ ആണെന്ന് അയാൾ തിരിച്ചറിയുന്നില്ല. അതോറിറ്റീസിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ റൂസോ ഒരു മാസ്ക് ധരിക്കുകയും ജിക്സോ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് തന്റെ അബ്യൂസീവായ വളർത്തച്ഛനെ കൊല്ലുന്നതടക്കം പാസ്റ്റിൽ തന്നോട് തെറ്റെയ്ത എല്ലാവരെയും അയാൾ ക്രൂരമായി വേട്ടയാടാൻ തുടങ്ങുന്നു. തന്റെ ഈ റാംപേജിനിടെ റൂസോ തന്റെ മുൻ തെറപ്പിസ്റ്റായ ഡോക്ടർ ക്രിസ്റ്റ ഡ്യൂമോണ്ടിന്റെ സഹായം തേടുകയും ഇരുവരും അന്യോന്യ കുറ്റകൃത്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാവുകയും ചെയ്യുന്നു. തുടർന്ന് ഹോയിലിന്റെ വെറ്ററൻ മെറൈൻ സപ്പോർട്ട് ഗ്രൂപ്പിലെ ചില മെമ്പേഴ്സുമായി റൂസോ സൗഹൃദത്തിലാവുകയും തന്റെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പാർട്ട്ണർ ആവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ലോകം തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ തങ്ങളെല്ലാം അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും സ്വയം പരസ്പരം സപ്പോർട്ട് ചെയ്യുകയും വേണം എന്നായിരുന്നു അയാൾ അവരോട് വാദിച്ചത്. തുടർന്ന് റൂസോയെയും അസംതൃപ്തരായ വെറ്ററൻസിന്റെ വളർന്നു വരുന്ന സംഘത്തെയും തകർക്കുന്നതിനായി കാസിൽ ഹോയിലിനും മദാനിക്കുമൊപ്പം കൈകോർക്കുന്നു. റൂസോയുടെ ടീം ഒരു വയലന്റ് ബാങ്ക് റോബറി നടത്തുമ്പോൾ കാസിൽ വീണ്ടും തന്റെ പണിഷർ വേഷം ധരിച്ച് റൂസോയെ നേരിടുകയും അയാളെ ഭയപ്പെടുത്തുന്ന നൈറ്റ്മെയർസിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ കാസിലിനോടുള്ള തന്റെ ശത്രുതയോ തന്റെ മുഖത്ത് പാടുകൾ വീഴാൻ കാരണമായ ഫൈറ്റിനെ കുറിച്ചോ റൂസോയ്ക്ക് യഥാർത്ഥത്തിൽ ഓർമ്മയില്ലായിരുന്നു. കാസിലിനെ തന്റെ ബെസ്റ്റ് ഫ്രണ്ടായി മാത്രമാണ് അയാൾ ഓർക്കുന്നത്. ഇത് റൂസോയെ പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ കാസിലിന്റെ മനസ്സിൽ സംശയവും മടിയും ഉണ്ടാക്കുകയും അത് റൂസോയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവസരമുണ്ടാക്കുകയും ചെയ്യുന്നു. പണിഷറും ജിക്സോയും തമ്മിലുള്ള ഫൈറ്റിന് ശേഷം റൂസോ തന്റെ ക്രൂവിനെ തങ്ങളെ ഒപ്രസ് ചെയ്യുന്നവർക്കെതിരെയുള്ള ഒരു ആർമിയാക്കി മാറ്റാൻ അവരെ കൂടുതൽ റാഡിക്കലാക്കാൻ തീരുമാനിക്കുന്നു.
തന്റെ ബെസ്റ്റ് ഫ്രണ്ട് എങ്ങനെയാണ് തന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിയത് എന്നതിനെ കുറിച്ചുള്ള മെമ്മറീസ് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ റൂസോ കോപത്തോടെ മഡാനിയെ നേരിടുന്നു. കാസിലിന്റെ ഫാമിലിയുടെ മരണത്തിന് ഉത്തരവാദി റൂസോ തന്നെ ആയിരുന്നു എന്ന് മഡാനി അവനോട് വെളിപ്പെടുത്തുന്നു. പണിഷറെ തോൽപ്പിക്കാൻ ഡെസ്പറേറ്റ് ആയ റൂസോ ഡോക്ടർ ഡ്യൂമോണ്ടിന്റെ സഹായത്തോടെ കാസിലിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് അയാളുടെ മോറൽ കോഡ് അഥവാ ധാർമ്മിക തത്വങ്ങളാണെന്ന് കണ്ടെത്തുന്നു. തുടർന്ന് ചില തട്ടിപ്പുകളിലൂടെ കാസിൽ ഇന്നസെന്റ് ആയ ചില സ്ത്രീകളെ കൊലപ്പെടുത്തിയെന്ന് അയാളെ വിശ്വസിപ്പിക്കാൻ റൂസോയ്ക്ക് സാധിക്കുന്നു. ഇത് കാസിലിനെ തളർത്തുകയും സ്വയം പോലീസിന് കീഴടങ്ങാൻ നിർബന്ധിതനാവുകയും ചെയ്യുന്നു. എന്നാൽ മദാനിയും കാസിലിന്റെ പഴയ ഫ്രണ്ട് കാരൻ പേജും ചേർന്ന് ആ സ്ത്രീകളുടെ മരണത്തിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരുന്നു. റൂസോ തന്നെയാണ് അവരെ കൊന്നതെന്നും കാസിലിനെ ഫ്രെയിം ചെയ്യുകയായിരുന്നുവെന്നും അവർ കണ്ടെത്തുന്നു. കാസിലിന്റെ മനസാക്ഷിയെ ശാന്തമാക്കിയ ശേഷം മദാനിയും കാരനും ചേർന്ന് അയാളെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രഹസ്യമായി കടക്കാൻ സഹായിക്കുന്നു. എന്നാൽ പണിഷറുടെ വയലന്റ് വിജിലാന്റിസം നഗരത്തിന് ഡേഞ്ചർ ആണെന്ന് കരുതുന്ന സത്യസന്ധനായ പോലീസ് ഡിറ്റക്റ്റീവ് ബ്രെറ്റ് മഹോണി അവരെ തടയുന്നു. മഹോണി കാസിലിനെ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ പിൽഗ്രിം അവരെ ആക്രമിക്കുന്നു. കാസിൽ മഹോണിയുടെ ജീവൻ രക്ഷിക്കുകയും അതോടെ അയാളുടെ റെസ്പെക്ട് നേടാൻ സാധിക്കുകയും ചെയ്യുന്നു. അതേസമയം പിൽഗ്രിം ആവട്ടെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഒടുവിൽ എയ്മിയെ കണ്ടെത്തുന്ന പിൽഗ്രിം കാസിലിനെ ഒരു ഫൈനൽ കോൺഫ്രണ്ടേഷനിലേക്ക് എത്തിക്കുന്നതിനായി അവളെ കിഡ്നാപ്പ് ചെയ്യുന്നു. അതിനിടയിൽ സെനറ്റർ ഷൾസിനെ തന്നെ കിഡ്നാപ്പ് ചെയ്യുന്ന കാസിൽ കൂടുതൽ ഇൻഫർമേഷനായി അയാളെ ഇൻട്രോഗേറ്റ് ചെയ്യുന്നു. തന്റെ പാരന്റ്സിന്റെ ക്രിമിനൽ ആക്ഷൻസിനെ കുറിച്ച് സെനറ്റർക്ക് യാതൊരു അറിവുമില്ലെന്ന് കാസിൽ മനസ്സിലാക്കുന്നു. തുടർന്ന് സെനറ്ററെ മോചിപ്പിക്കുന്നതിനായി ഹോയിൽ ഡിറ്റക്റ്റീവ് മഹോണിയെ വിവരം അറിയിക്കുന്നു. അതിനുശേഷം കാസിൽ പിൽഗ്രിമുമായുള്ള ഫേസ് ടു ഫേസ് കോൺഫ്രണ്ടേഷൻ എത്തുകയും ഇരുവരും തമ്മിൽ ഒരു ബ്രൂട്ടൽ ഫൈറ്റ് നടക്കുകയും ചെയ്യുന്നു. എന്നാൽ കാസിൽ അപ്പർ ഹാൻഡ് നേടുകയും പിൽഗ്രിമിനെ കൊല്ലാൻ തുനിയുകയും ചെയ്യുമ്പോൾ ദുഷ്ടരായ ഷൾസ് ഫാമിലിയിൽ നിന്ന് തന്റെ ആൺമക്കളെ രക്ഷിക്കണമെന്ന് അയാൾ പണിഷറോട് അപേക്ഷിക്കുന്നു. ഇത് പിൽഗ്രിമിനോട് ദയ കാണിക്കാനും അയാളെ കൊല്ലാതെ വിടാനും കാസിലിനെ പ്രേരിപ്പിക്കുന്നു. ഏമിയെ രക്ഷിച്ച ശേഷം ഷൾസ് ഫാമിലിയുടെ റെസിഡൻസിലേക്ക് കടന്നു കയറുന്ന കാസിൽ ഏമിയുടെ കംപ്ലീറ്റ് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനായി ആൻഡ്രസനെയും എലൈസയെയും വധിക്കുന്നു. കൂടാതെ ഇപ്പോൾ അപ്പോളജറ്റിക് ആയ പിൽഗ്രിമിനെ തന്റെ മക്കളുമായി വീണ്ടും ഒന്നിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ഡോക്ടർ ഡ്യൂമോണ്ട് ഇപ്പോൾ റൂസോയുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് തിരിച്ചറിയുന്ന മദാനി ആ തെറപ്പിസ്റ്റിനെ നേരിടുന്നു. അവർ തമ്മിൽ നടക്കുന്ന ആ ഫൈറ്റിനൊടുവിൽ മദാനി ആക്സിഡന്റലി ഡ്യൂമോണ്ടിനെ വിൻഡോയിലൂടെ താഴേക്ക് തള്ളിയിടുകയും ഇത് അവളെ പാരലൈസ്ഡ് ആക്കുകയും ചെയ്യുന്നു. തുടർന്ന് റിവെഞ്ചിനായി റൂസോ മദാനിയെ അറ്റാക്ക് ചെയ്യുന്നെങ്കിലും മദാനി തന്റെ ആ എക്സ് ലവറെ ഷൂട്ട് ചെയ്യുന്നു. സീരിയസ്ലി ഇഞ്ചേർഡ് ആയ റൂസോ അവിടെ നിന്ന് കടന്നു കളയാൻ നിർബന്ധിതനാകുന്നു. റൂസോ കാര്യമായി ബ്ലീഡ് ചെയ്യുന്നതിനിടെ ഒറ്റയ്ക്ക് കിടന്ന് മരിക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ അവൻ ഹോയിലിനെ ഒരു സപ്പോർട്ടിനായി വിളിക്കുന്നു. ഈ സമയത്താണ് തന്റെ പഴയ ബെസ്റ്റ് ഫ്രണ്ടുമായി അവസാനമായി ഒരു വാക്ക് സംസാരിക്കാൻ കാസിൽ അവിടെ എത്തുന്നത്. ഇടയ്ക്ക് നടന്ന സംഭവങ്ങളെക്കുറിച്ച് തനിക്ക് യാതൊരു ഓർമ്മയും ഇല്ലെങ്കിലും കാസിലിന്റെ ഫാമിലിയുടെ മരണത്തിന് കാരണമായതിൽ റൂസോ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുന്നു. തുടർന്ന് റൂസോയുടെ വേദന അവസാനിപ്പിക്കാൻ കാസിൽ അവനെ വധിക്കുന്നു. ഒടുവിൽ സ്വസ്ഥമായ ഒരു പുതിയ ലൈഫ് ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഏമിയോട് കാസിൽ ഇമോഷണലായി യാത്ര പറയുന്നു. 3 മാസങ്ങൾക്ക് ശേഷം CIA-യിൽ ചേരുന്നതിനായി മദാനി ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ജോലി ഉപേക്ഷിക്കുന്നു. ഒരു ഹൈ വാല്യൂ ടാർഗറ്റിനെ പിടികൂടാൻ കാസിലിന്റെ സഹായം തേടി മദാനി ഫോൺ ചെയ്യുമ്പോൾ അയാൾ അത് നിരസിക്കുന്നു. കാരണം തന്റെ നഗരത്തെ ഏറ്റവും വയലന്റ് ക്രിമിനൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പണിഷർ എന്ന തന്റെ റോൾ അയാൾ ഇപ്പോൾ പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് ദ പണിഷർ സീരീസ് മെയിൻ പ്ലോട്ട് പോയിന്റ്സ്, ഇവന്റ്സ് ആൻഡ് ക്യാരക്ടേഴ്സിനെ കവർ ചെയ്തുകൊണ്ടുള്ള റിക്യാപ്പ്. നിങ്ങളപ്പോൾ ബ്രാൻഡ് ന്യൂ ഡേ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഫ്രാങ്ക് കാസിലിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവാൻ ഇത് ഹെൽപ്പ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. ഒപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എത്രയും വേഗം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.